ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചുള്ള ഒരു വിഷൻ ഞാൻ എപ്പോഴും പറയുന്നത് അതൊരു 6 മാസത്തെ കാര്യമോ അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന വരെയുള്ള ഒരു പാത്ത്, ആ ഒരു ജേണിയിലാണ് ഇവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു പേസിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി വരുന്ന സമയത്താണ് കൊറോണ വരുന്നതും ഒരു 1.5 വർഷത്തോളം ബ്രേക്ക് ആകുന്നതും. അതിനുശേഷമാണ് ഞാൻ LMS പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോസ് കാണുന്നു, അതിലൂടെ എക്സാം എഴുതുന്നു. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല. ഒരു കോൺഫിഡൻസ് ഇഷ്യൂ തോന്നുക, ട്രസ്റ്റ് ഇഷ്യൂസ് തോന്നുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറലാണ്. കാരണം നമ്മൾ വലിയൊരു ജേണിയാണ്. എന്നാൽ അതിനെ കൺസിസ്റ്റൻസി കൊണ്ടും എഫേർട്ട് കൊണ്ടും ഓവർകം ചെയ്യാന്നുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ എക്സാംസ് അവിടെ ഒന്ന് കണ്ടിന്യൂസ് എഴുതുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു ടെൻസ് ഒരു സിറ്റുവേഷനാണ്. അപ്പോഴും എനിക്ക് മനസ്സിലുണ്ടാകുന്ന കാര്യം ഇത് നെറ്റ് എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യും, എൻ്റെ ഒരു ആവറേജ് വിദ്യാർത്ഥി നിലയിൽ എനിക്കത് എങ്ങനെ പറ്റും എന്നുള്ള സാധനമാണ്. നെറ്റും ക്വാളിഫൈഡായി PhDക്ക് അഡ്മിഷൻ കിട്ടി, കോളേജിൽ ലെക്ചറായിട്ടും പഠിപ്പിച്ച് ആൻഡ് ദെൻ പെർമനന്റ് ആയിട്ട് കേരള ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വരുന്ന ഒരാൾ പറയുകയാണ് എനിക്ക് ആദ്യ കാലങ്ങളിൽ അതിൻ്റെതായ കൺസേൺസ് ഉണ്ടായിരുന്നു, സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ സെൽഫായിട്ടൊരു ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പാറ്റേണിൽ 20 മാർക്ക് എക്കണോമിക്സിനകത്ത് ഏകദേശം 16 മാർക്കും എനിക്ക് നമ്മളിവിടെ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സാധനമാണ്. ഈ 16 മാർക്ക് തന്നെയാണ് എന്നെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ലോങ് ടൈമിൽ ആ ഒരു ജേണിയിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എവിടെയായിരുന്നു, ഇപ്പോൾ നിങ്ങളൊരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്തിയിരിക്കുന്ന പൊസിഷൻ എവിടെയെന്നുള്ളത് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം കറക്റ്റായിട്ട്. അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, നമുക്ക് റൈറ്റ് ടൈമിൽ അതിൻ്റെ റൈറ്റ് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കഷ്ടപ്പെടാമ ഏതും കിടക്കാതെ കഷ്ടപ്പെടാമ കിടക്കരുത് എന്നിക്കുമേ നിലക്കാതെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നു. ഹായ്, വീണ്ടും നമ്മൾ ഒരു അച്ചീവ്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആപ്പിൾ ബീയുടെ ഒരു വിഷൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. മുൻപേ ഉള്ള വീഡിയോസൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാർക്കറിയാം. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചുള്ളൊരു വിഷൻ ഞാൻ എപ്പോഴും പറയുന്നത് അതൊരു 6 മാസത്തെ കാര്യമോ അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന വരെയുള്ള ഒരു പാത്ത്, ആ ഒരു ജേണിയിലാണ് ഇവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അജയ് രാജീവ്. ഓക്കെ, അജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് ഉള്ള ഓഫ്ലൈൻ ബാച്ചിലാണ് ആദ്യം ഇവിടെ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജോയിൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നമുക്കറിയാം കൊറോണ വന്നതിന് ശേഷം മൊത്തത്തിൽ അൺസർട്ടനിറ്റീസ്, UGCയുടെ എക്സാംസ് പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1.5 വർഷം എന്ന രീതിയിലേക്ക് വളരെ ലാഗ് അടിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പം ആ ബാച്ചിലാണ് ആദ്യമായിട്ട് അജയ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ അൺസർട്ടനിറ്റീസും ആ സമയം നമുക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദെൻ കോവിഡ് കഴിയുന്നു, വീണ്ടും നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. അജയ് അതെല്ലാം കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ആണെങ്കിലും LMS ഉപയോഗിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2022 വീണ്ടും ഓഫ്ലൈനിൽ റീജോയിൻ ചെയ്തു. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അക്കാദമിയുടെ വൺ ഓഫ് ദി മേജർ ഫീച്ചേഴ്സാണ്. ഇവിടെ നിങ്ങൾ ഓഫ്ലൈൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ലൈഫ് ലോങ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും വന്ന് റീജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അജയുടെ ഒരു നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഒരു നെറ്റ് ക്വാളിഫൈഡ് ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അജയുടെ ഒരു ആ ഒരു ജേണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറോണ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു, അൺസർട്ടനിറ്റീസ് വരുന്നു, ആൻഡ് ദെൻ വീണ്ടും നമ്മൾ പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നു. 2022 ഡിസംബറിൽ 2022 ഡിസംബറിലാണ് അജയ് നെറ്റ് ആദ്യമായിട്ട് ക്വാളിഫൈഡ് ആകുന്നത്, അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആദ്യമായിട്ട് ക്വാളിഫൈഡ് ആകുന്നു. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജുകളൊക്കെ ഗസ്റ്റ് ലെക്ചറായിട്ട് അജയ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളെ പറയുന്നത് എക്സ്പീരിയൻസിന് വേണ്ടി നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്കിവിടെ സെൻറ്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ അദ്ദേഹം PhD ചെയ്യുകയായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിൽ അദ്ദേഹത്തിന് റാങ്ക് ഉണ്ടായിരിക്കുകയും ആൻഡ് ദെൻ ലാസ്റ്റ് മൺഡേയിൽ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇൻറ്റിമേഷൻ ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇൻറ്റിമേഷൻ ലെറ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് പെർമനൻറ്റ് അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ജേണി ഉണ്ടല്ലോ, അതെന്താണെന്നുള്ള കാര്യം, അത് ഒരു ദിവസത്തെക്കുറിച്ചല്ല. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോസസ്സാണ്. അവിടെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യകതയുണ്ട്, കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യകതയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ മാനേജ് ചെയ്ത് നമുക്ക് ചെയ്തു പോകാൻ സാധിക്കണം. ആ രീതിയിലേക്ക്, വളരെ നല്ല രീതിയിലേക്ക് ആ പറഞ്ഞൊരു ലോങ് ടൈം വിഷൻ എക്സിക്യൂട്ട് ചെയ്ത ആളാണ് അജയ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2022 അദ്ദേഹം റീജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2021 ആണ് ഇനീഷ്യലി ജോയിൻ ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ ഏകദേശം ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 4 ഇയേഴ്സ് കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ കുട്ടികളോട്, എൻ്റെ ക്ലാസ്സിൽ എന്നെ ലിസൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു വിഷനുണ്ട്, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും ആദ്യം നിങ്ങൾ JRFോടുകൂടി നെറ്റ് ക്വാളിഫൈഡ് ആകുക. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. ആ ഫെലോഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ആ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ജോബിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പാരലായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിഷനില്ലേ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു, ഗസ്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ആൻഡ് ദെൻ PhD ചെയ്തിരുന്നു, ആൻഡ് ദെൻ ഇൻ ബിറ്റ്വീനുള്ള ടൈമിൽ ഒരു എക്സാം എഴുതി ക്വാളിഫൈഡ് ആവുന്നതാണ്. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റായിട്ട് ചേർത്തലയിൽ ജോയിൻ ചെയ്തു. വളരെയധികം നന്ദിയുണ്ട് സാറിനോടും ആപ്പിൾ ബി അക്കാഡമിയോടും. ഞാനിപ്പോഴും ഓർക്കുന്നത് 2022 രണ്ടാമത് അവിടെ വന്ന് ജോയിൻ ചെയ്ത കാര്യമാണ്. 2020 കൊറോണ ബാച്ചിന് മുമ്പ് ആയിട്ട് ജോയിൻ ചെയ്തൊരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു പേസിൽ ഒരു കോൺഫറൻസ് ഒക്കെ ആയി വരുന്ന സമയത്താണ് കൊറോണ വരുന്നതും 1.5 വർഷത്തോളം ബ്രേക്ക് ആകുന്നതും. അതിനുശേഷമാണ് ഞാൻ LMS പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോസ് കാണുന്നു, അതിലൂടെ എക്സാം എഴുതുന്നു. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല, ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോഴേക്കാണ് വീണ്ടും 2022 ജനുവരി പകുതിയോടുകൂടിയൊക്കെ അവിടെ എത്തുന്നു. ക്ലാസ്സുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ എക്സാംസ് അവിടെ വന്ന് കണ്ടിന്യൂസ് എഴുതുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു ടെൻസ് ഒരു സിറ്റുവേഷനാണ്. അപ്പോഴും എനിക്ക് മനസ്സിലുണ്ടാകുന്ന കാര്യം, ഇത് നെറ്റ് എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യും, എൻ്റെ ഒരു ആവറേജ് വിദ്യാർത്ഥി നിലയിൽ എനിക്കത് എങ്ങനെ പറ്റും എന്നുള്ള സാധനമാണ്. അപ്പോൾ സാർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിനെനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് ഫവാസ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഞങ്ങൾ കണ്ടിന്യൂസ്ലി അവിടെ വന്ന് എക്സാംസുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴേക്ക് ഏറ്റവും ടെൻഷൻ ഞങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. ഇങ്ങനെ വാശി കൂടുന്നു. അപ്പോഴേക്കും സാർ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് തന്നെ ആർക്കും ടെൻഷനായി, നിങ്ങൾ വീണ്ടും പഠിക്കൂ, നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ എത്തും. പക്ഷേ ഇത് ഇങ്ങനെയാണ്, എക്സാമുകളാണെങ്കിൽ വളരെയധികം നീണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സമയത്താണ് എനിക്ക് തോന്നുന്നത് ജൂൺ മാസത്തോടുകൂടിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക് എക്സാം വരുന്നത്, അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ എനിക്ക് പൊതുവെ PSCക്കകത്ത് നമ്മളൊന്നും പഠിക്കണില്ല, വെറുതെ പോകണോ വേണ്ടേ. അപ്പം കൂടെ ഇവിടുത്തെ ടെൻഷനും എല്ലാം കൂടെ എന്തായാലും പോയേക്കാം, ഇവിടുത്തെ ഒരു ടെൻഷൻ റിലാക്സ് ആകുമല്ലോ എന്നോർത്തൊക്കെയാണ് അങ്ങ് പോവുകയാണ്. അപ്പോൾ എഴുതി അങ്ങനെ വരുമ്പോഴാണ് ഈ പാറ്റേൺ, ഈ എക്സാമിൻ്റെ പാറ്റേൺ അന്ന് ചെന്നപ്പോഴാണ് മനസ്സിലായത്. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് എക്കണോമിക്സ്, 20 മാർക്ക് സ്റ്റാറ്റി, ബാക്കി GK എന്നുള്ള രീതിയിൽ. അപ്പം ഈ പാറ്റേണിൽ 20 മാർക്ക് എക്കണോമിക്സിനകത്ത് ഏകദേശം 16 മാർക്കും എനിക്ക് നമ്മളിവിടെ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സാധനമാണ്. ഈ 16 മാർക്ക് തന്നെയാണ് എന്നെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 18 ആയിരുന്നു. അപ്പം അതിലേക്ക് ഏറ്റവും വലിയ നയിച്ചൊരു സാധനം ഈ 16 മാർക്ക് എക്കണോമിക്സിൽ നിന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഞാൻ വീണ്ടും ആ സമയത്ത് തന്നെ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തു. നെറ്റ് ക്വാളിഫൈ ചെയ്ത ശേഷം ഞാൻ കുറച്ച് കോളേജുകളിലൊക്കെ പഠിപ്പിച്ചു. പിന്നീട് സെൻറ്റർ ഫോർ ബഡ്ജറ്റ് സ്റ്റഡീസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അപ്പോയിൻമെൻറ്റ് വരുന്നതും ഞാനവിടെ ജോയിൻ ചെയ്തതും. എനിക്കിത് പറയാനുള്ള ഒരൊറ്റ കാര്യം, എനിക്കിപ്പോഴും സാറ് ആ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, നമുക്ക് റൈറ്റ് ടൈമിൽ അതിൻ്റെ റൈറ്റ് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. വളരെയധികം നന്ദിയുണ്ട് സാറിനും, അതുപോലെ തന്നെ ആപ്പിൾ ബി അക്കാഡമിക്കും ഡെലിമാമിനും എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അജയുടെ വോയിസ് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ശരിയല്ലേ? അപ്പം ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതിൽ ഓരോരോ പോയിന്റുകളിലും ഓരോരോ റെഫറൻസസ് ആണ് നിങ്ങളെ സംബന്ധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ
ഫവാസ് എന്നൊരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് റെഫറൻസ് പറയുന്നുണ്ട്. ഫവാസ് ഇവിടെ പഠിച്ച് UGC നെറ്റ് ക്വാളിഫൈഡ് ആളാണ്. ഫവാസിൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയ മാർക്ക് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വലി കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അജയ് പറയുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ രണ്ടുപേരും തമ്മിൽ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു, അതുവഴി നമുക്കൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും ആ വോയിസ് കേൾക്കുക. ആ വോയിസിൻ്റെ അവിടെ വളരെ വ്യക്തമായിട്ട് അജയ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മാർക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, 20 മാർക്ക് എക്കണോമിക്സ് ആണ്, ബാക്കി നമ്മളെ സംബന്ധിച്ച് GK ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഈ PSC എക്സാം പ്രിപ്പറേഷന് വേണ്ടി വരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വാരി വലിച്ച് ഒരുപാട് പഠിക്കരുത്. അതിപ്പോൾ PSC ആണെങ്കിലും ശരി, UGC നെറ്റ് ആണെങ്കിലും ശരി, വാരി വലിച്ച് ഒരുപാട് സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാനല്ല വേണ്ടത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും നമ്മുടെ ഏരിയ കാണും, അത് വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും പഠിക്കുക. പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. വളരെ എവിഡൻ്റ്ലി ആ വോയിസ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അജയ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതായത് എക്സാമിൻ്റെ പാറ്റേൺ 20 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, 20 എക്കണോമിക്സ് ആണ്, മാർക്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അജയ് അവിടെ പറയുന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, 18 മാർക്കാണ് ഏകദേശം കട്ട് ഓഫ് വരുന്നത്. 18 മാർക്ക്, ആ വോയിസ് നിങ്ങൾ കേട്ടാൽ മതി, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 18 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത്. അതിൽ 16 മാർക്കും എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, എക്കണോമിക്സിൽ നിന്ന് കിട്ടുന്നത്. അതായത് എക്കണോമിക്സിൽ ചോദിച്ചിരിക്കുന്ന 20 മാർക്കിൽ 16 മാർക്കും എക്കണോമിക്സിൽ നിന്ന് മാത്രം കിട്ടാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, നിങ്ങൾ വർക്ക് ചെയ്തേക്കുന്നത് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ വീക്ക് പോയിന്റ് GK പോയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് സിലബസാണ് കിടക്കുന്നത്. PSCയുടെ മുഴുവൻ എക്സാമിന് സിലബസ് ഉണ്ട് ഈ പറയുന്നത് GK എന്ന് പറയുന്നത്. അപ്പോൾ HST എക്സാം ആണെങ്കിൽ ഏത് എക്സാംസ് ആണെങ്കിലും അങ്ങനെയാണ്. അതിൽ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ മേഖലയിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഏരിയ, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഏരിയ, അവിടെ നന്നായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് അവിടെ എത്താൻ പറ്റും. സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാം നടക്കുമ്പോൾ GKയിലല്ല അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ആൻഡ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എക്കണോമിക്സുകാരെ സംബന്ധിച്ച് നമുക്കത് അറിയാം. എന്നിരുന്നാലും നമ്മുടെ എക്സ്പോർട്ട് സെഗ്മെൻ്റ് ഒന്നുമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ 20 മാർക്കിൽ 16 മാർക്കും എക്കണോമിക്സിന് നേടി എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റിൽ ഫോക്കസ് ചെയ്യണം, അവിടെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജിയുടെ എക്സിക്യൂഷൻ ഇവിടെ നമുക്കവിടെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വോയിസിൻ്റെ ഓരോരോ പോയിന്റുകളും നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു നോക്കുക. വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്താണ് ആ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? ആ വോയിസ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് ചെറുത്തലയിൽ ജോയിൻ ചെയ്തു. വളരെയധികം നന്ദിയുണ്ട് സാറിനോട്, ആപ്പിൾ ബി അക്കാഡമി. ഞാനിപ്പോഴും ഓർക്കുന്നത് 2022 രണ്ടാമത് അവിടെ വന്ന് ജോയിൻ ചെയ്ത കാര്യമാണ്. 2020 കൊറോണ സമയത്ത് ഇപ്പോൾ കണ്ടു 2022 രണ്ടാമത് ജോയിൻ വന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഒരു കൊറോണ പോലെ ഒരു ബ്രേക്കൊക്കെ വന്ന് പോയി കഴിഞ്ഞാലും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നു. ടെസ്റ്റ് പേപ്പേഴ്സ് അടക്കം ഇവിടെ വീണ്ടും വന്ന് എഴുതുന്നു. എന്നോട് റിക്വസ്റ്റ് ചെയ്ത് എപ്പോഴും വന്ന് മാക്സിമം ക്ലാസ്സുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എക്സാംസ് ഒക്കെ മാത്രമായിട്ട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഉള്ളൊരു മനസ്സ് അജയ് കാണിച്ചിരുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു പോയിന്റ് തന്നെ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഡിസ്കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും വീണ്ടും എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ജേണിയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കൊറോണയൊക്കെ പോലുള്ള വലിയൊരു ബ്രേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിലും സമയത്താണ് കൊറോണ വരുന്നതും 1.5 വർഷത്തോളം ബ്രേക്ക് ആകുന്നത്. അതിനുശേഷമാണ് ഞാൻ LMS പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോസ് കാണുന്നു, അതിലൂടെ എക്സാം എഴുതുന്നു. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല ഒന്നൊരു കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ വീണ്ടും 2022 ജനുവരി പകുതിയോടുകൂടിയൊക്കെ അവിടെ എത്തുന്നു. ക്ലാസ്സുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ എക്സാംസ് അവിടെ വന്ന് കണ്ടിന്യൂസ് എഴുതുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു ടെൻസ് സിറ്റുവേഷൻ ആണ്. അപ്പോഴും എനിക്ക് മനസ്സിലുണ്ടാകുന്ന കാര്യം ഈ നെറ്റ് എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യും, എനിക്കൊരു ആവറേജ് വിദ്യാർത്ഥി നിലയിൽ എനിക്കത് എങ്ങനെ പറ്റും എന്നുള്ള സാധനമാണ്. അപ്പോൾ സാറ് പറയുന്നത് ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരാണെങ്കിലും നമ്മളൊരു പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സീരിയസ് ആയിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂ വരാനൊരു പോസിബിലിറ്റി ഉണ്ട് ആക്ച്വലി. ഓക്കെ, അത് നോർമലാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നിയേക്കാം. അതേ കാര്യം ആണ് അജയും പറയുന്നത്. അജയ്ക്ക് അത് ഉണ്ടായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നൊരു തോന്നൽ എവിടെയൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ
പറയുന്ന കാര്യം നെറ്റ് പോലും ക്വാളിഫൈഡ് ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു, PhDക്ക് അഡ്മിഷൻ എടുക്കുന്നു, കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ആൻഡ് ദെൻ ഇവൻച്വലി പെർമനന്റ് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറുന്നു എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ എന്താ, എത്തുന്നതിന് മുമ്പ് തോന്നിയ ആ ഒരു കൺസേൺസ് ഇല്ലേ, എനിക്ക് അവിടെ എത്തുമോ, എന്നെ കൊണ്ട് അവിടെ എത്താൻ പറ്റുമോ എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. നമുക്ക് ആ പറഞ്ഞൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഇല്ലേ, അതിനെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണം. അപ്പം ഒരു കോൺഫിഡൻസ് ഇഷ്യൂ തോന്നുക, ട്രസ്റ്റ് ഇഷ്യൂസ് തോന്നുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറലാണ്. കാരണം നമ്മൾ വലിയൊരു ജേണിയാണ്. എന്നാൽ അതിനെ കൺസിസ്റ്റൻസി കൊണ്ടും എഫേർട്ട് കൊണ്ടും ഓവർകം ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത്, നെറ്റും ക്വാളിഫൈഡായി, PhDക്ക് അഡ്മിഷൻ കിട്ടി, കോളേജിൽ ലെക്ചറായിട്ടും പഠിപ്പിച്ച്, ആൻഡ് ദെൻ പെർമനൻ്റ് ആയിട്ട് കേരള ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വരുന്ന ഒരാൾ പറയുകയാണ്, എനിക്ക് ആദ്യ കാലങ്ങളിൽ അതിൻ്റെതായ കൺസേൺസ് ഉണ്ടായിരുന്നു, സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ സെൽഫായിട്ടൊരു ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഉണ്ട് ഈ സെൽഫ് ഡൗട്ട്. അത് ലോകത്തെ ഏറ്റവും വിജയിച്ചിരിക്കുന്ന ആൾക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നി തുടങ്ങും. ആ സമയത്താണ് നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു വാശി നമ്മളത് കാണിക്കേണ്ടതും. കേട്ടോ, നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് ഫവാസ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഞങ്ങൾ കണ്ടിന്യൂസ്ലി അവിടെ വന്ന് എക്സാംസുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴേക്ക് ഏറ്റവും ടെൻഷൻ ഞങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, ഇങ്ങനെ വാശി കൂടുന്നു. അപ്പോഴേക്കും സാർ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ആർക്കും ടെൻഷനായി, നിങ്ങൾ വീണ്ടും പഠിക്കൂ, റൈറ്റ് ടൈമിൽ എത്തും. ഇങ്ങനെയാണ് എക്സാമുകളാണെങ്കിൽ വളരെയധികം നീണ്ടു പോകുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സമയത്താണ് ഇപ്പോൾ ഒരു ജൂൺ മാസത്തോടെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് എക്സാം വരുന്നത്, അസിസ്റ്റന്റ് എക്സാം വരുന്നത്. ഈ പൊതുവെ PSCക്കകത്ത് നമ്മളൊന്നും പഠിക്കുന്നില്ല, വെറുതെ പോകണോ വേണ്ടേ, അപ്പോൾ ആ കൂടി ഇവിടുത്തെ ടെൻഷനും എല്ലാം കൂടെ ഞാൻ എന്തായാലും പോയേക്കാം. ഞാനിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് കട്ട് ഓഫ് വന്ന 18 മാർക്കാണ്. എക്സാമിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ 20 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, 20 മാർക്ക് എക്കണോമിക്സ് ആയിരുന്നു, ബാക്കി GK ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എക്കണോമിക്സുകാരാകുമ്പോൾ അവിടെയാണ് UGC നെറ്റൊക്കെ വേണ്ടി ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്ന എക്കണോമിക്സിലായിരുന്നു. അപ്പം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 16 മാർക്ക് എക്കണോമിക്സ് തന്നെ കിട്ടി. പിന്നെ മാർക്ക് ഓഫ് 2 മാർക്സാണ് അവിടെ കട്ട് ഓഫ് വന്നു കഴിയുമ്പോഴത്തേനും അത് ആക്ച്വലി വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജി, നിങ്ങൾ സ്ട്രോങ് പോയിന്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ കൂടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 18 ആയിരുന്നു. അപ്പം അതിലേക്ക് ഏറ്റവും വലിയ നയിച്ചൊരു സാധനം ഈ 16 മാർക്ക് എക്കണോമിക്സ് എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഞാൻ വീണ്ടും ആ സമയത്ത് തന്നെ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തു. നെറ്റ് ക്വാളിഫൈ ചെയ്ത ശേഷം ഞാൻ കുറച്ച് കോളേജുകളിലൊക്കെ പഠിപ്പിച്ചു. പിന്നീട് സെൻറ്റർ ഫോർ ബഡ്ജറ്റ് സ്റ്റഡീസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അപ്പോയിൻമെൻറ്റ് വരുന്നതും ഞാൻ അവിടെ ജോയിൻ ചെയ്തതും. എനിക്കിത് പറയാനുള്ള ഒരൊറ്റ കാര്യം, എനിക്കിപ്പോഴും സാർ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, നമുക്ക് റൈറ്റ് ടൈമിൽ അതിൻ്റെ റൈറ്റ് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും. കഷ്ടപ്പെടാമ ഏതും കിടക്കാതെ കഷ്ടപ്പെടാമ കിടക്കരുത് എന്നിക്കുമേ നിലക്കാതെ. സോ അജയുടെ ഒരു ജേണി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടില്ല. അപ്പം ഞാനിവിടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അതായത് നമുക്കറിയാം ജെന്യുവിൻ ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ജേണി ഇന്നതായിരുന്നു, ഇന്ന കാര്യങ്ങളിലേക്ക് എത്തി എന്ന് നമ്മൾ പറയുമ്പോൾ അത്രത്തോളം ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു നാളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്നുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസ് മനസ്സിലാക്കി വെക്കുക. ആപ്പിൾബി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അവിടെയാണ്. ഇതൊരു ജേണിയാണ്. ആ ജേണിയിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു സ്റ്റുഡൻറ്റും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അത് ആരെക്കൊണ്ടും പറ്റും കുറച്ച് വർക്ക് ചെയ്ത് ക്വാളിഫൈഡ് ആകുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ, നമ്മുടെ കരിയറിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഒരു ലോങ് ടൈമിൽ ആ ഒരു ജേണിയിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എവിടെയായിരുന്നു, ഇപ്പോൾ നിങ്ങളൊരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറി എന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്തിയിരിക്കുന്ന പൊസിഷൻ എവിടെയെന്നുള്ളത് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം കറക്റ്റായിട്ട്. അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അജയുടെ ഈ ഒരു ജേണി നിങ്ങളൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. ഇത് ഒരു ദിവസത്തെ ജേണിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സീരിയസ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അത് ഒരു ദിവസമോ 2 ദിവസമോ 2 മാസമോ 3 മാസമോ അല്ല, ഏകദേശം ഒരു 3 to 4 years കൊണ്ട് കണ്ടിന്യൂ ചെയ്തൊരു ജേണിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ട്രാക്ക് UGC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആകുക, അത് JRFലൂടെ തന്നെ ക്വാളിഫൈഡ് ആകുക. ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടും 5 വർഷത്തേക്ക്. ആ ഫെലോഷിപ്പ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരും. ആ 5 വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസ്റ്റിലേക്ക് എത്താനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു
ഒരു സ്പേസ് കൂടെ നിങ്ങൾക്ക് കിട്ടും. PhD ചെയ്യുന്ന കൂടെ പെർമനൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നിങ്ങൾ ആ സമയം നടത്തിക്കൊണ്ടേയിരിക്കുക. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും കിട്ടും, ജോലിയിലേക്കും എത്താൻ പറ്റുമെന്ന രീതിയിലേക്കുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഒരുപാട് ആൾക്കാരായിട്ട് വരാം. പലപ്പോഴും എനിക്ക് ഈ റിസൾട്ട് വീഡിയോ ആയിട്ട് വരാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഓൺലൈനും ഓഫ്ലൈനും ആട്ടോ. ഓഫ്ലൈൻ നമുക്കറിയാം ഇവിടെ എല്ലാ ദിവസവും റെഗുലർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ടൈം നമ്മൾ നല്ല രീതിയിലേക്ക് അതിൽ എൻഗേജ് ആയിരിക്കും. ആൻഡ് ദെൻ പിന്നീട് ഓൺലൈൻ സെഷൻസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് റെഗുലറായിട്ട് എനിക്ക് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ജയിച്ച ആൾക്കാരുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കാത്തത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് പേരുണ്ട് ഇവിടുന്ന്, 1-2 പേരും അല്ല, ഇതേപോലെയുള്ള ബെറ്റർ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. അപ്പോൾ ക്വാളിറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഒരു തരത്തിൽപ്പെട്ട മാർക്കറ്റിംഗ് ഗിമിക്സും അല്ല. ഇന്ന രീതിയിലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലേക്ക് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുകയാണ്. ഇതാണ് ഫാക്റ്റ്, ഇതാണ് ഓർഗാനിക് ആയിട്ടുള്ള കാര്യം എന്ന രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.